ഹായ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയാണ്. വേറെ നല്ല ഒരു മീൻപിടുത്തം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ടാ കൂമ്പുളി പാലത്തിൻ്റെ സൈഡിലാണ്. ഇവിടുന്ന് ചെറിയൊരു മീൻപിടുത്തം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു പരലിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ പരൽ തന്നെ. ചൂണ്ടൽ കാണിച്ചു തരാം. ചൂണ്ടൽ ഇതായിരിക്കുന്നത്. ചൂണ്ടലും ചെമ്മീനും കൂടിയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ആദ്യം മീൻ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വേണ്ട വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിൽ ചെയ്താണ്. അപ്പോൾ ഇനി നമുക്ക് മീൻ കിട്ടുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കിട്ടുന്ന സ്ഥലങ്ങൾ സ്പോട്ട് നമ്മൾ കാണിച്ചു തരാം. നല്ല ഒഴുക്കുണ്ട്, വെള്ളം ഏറ്റ സമയമാണ്. 12 മണിക്ക്, ഉച്ച 12 മണിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളം ഏറ്റായത് കണ്ട് നല്ല ഒഴുക്കുണ്ട് കണ്ട. ഇത് അപ്പുറത്ത് കനാലിൽ നിന്ന്, പുഴയത്തെ കനാലിൽ നിന്ന് വെള്ളം പാടത്തേക്ക് കയറുന്ന സ്പോട്ടാണിത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ചൂണ്ടലിടാൻ പോകുന്നത്. നമുക്ക് ചെമ്മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്, പുഴ ചെമ്മീൻ തന്നെ. ചൂണ്ടലിൻ്റെ ചെറിയ ഹുക്ക് പുറത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ മീനിനാണ്ട് കവറിലിട്ടിട്ട് അടുത്ത തുടങ്ങാം. കിട്ടുമോ കിട്ടില്ലെന്ന് അറിയാത്ത കാരണം നമ്മൾ ഇത്ര നേരം ഇടാണ്ടിരുന്നു. ഇപ്പുറത്ത് വലിയ പുഴയാണ്. പുഴയുടെ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് വെള്ളം പോകുന്നുണ്ടല്ലേ, അപ്പുറത്തേക്ക് പാടത്തേക്ക് പോകുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പുഴയുടെ ഈ പുഴയിലിട്ടിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് വെള്ളം ഏറ്റ സമയമായ കാരണം നമ്മൾ ഇപ്പുറത്തെ പാടത്താണ് ഇടുന്നത്. ഈ വെള്ളം ഇതിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് പോയി ചാടുന്ന ഭാഗത്താണ് നമ്മൾ ചൂണ്ടലിടുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് ചൂണ്ടലിടുന്ന പരിപാടിയിലേക്ക് കിടക്കാം. കണ്ടാ വെള്ളം ഒഴുകി പോകുന്നത് ആ സ്പോട്ടിലാണ് നമ്മൾ ചൂണ്ടലിടുന്നത്. നമ്മൾ അടുത്തതായിട്ട് ഇര കോർത്തിട്ട്, ചെമ്മീൻ കോർത്തിട്ട് ചൂണ്ടലിടുകയാണ്. അപ്പോൾ ഈ സ്പോട്ടിലാണ് ഇടുന്നത്. കണ്ടാ ഇവിടെ ആ വെള്ളം ഒഴുകി പോണതിൻ്റെ മൂലക്കായിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഭാഗത്തായിട്ട് ചൂണ്ടലിട്ടിട്ടുണ്ട്. കുളവാഴ വന്നിച്ച് അടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇടുമ്പോഴാണ് നമുക്ക് മീനെ കിട്ടുന്നത്. കൊത്തിയിട്ടുണ്ട്, മീൻ കൊത്തിയിട്ട് ഓടുന്നുണ്ട്. മീൻ പൊടിമീനുകളാണ് കൊത്തുന്നത്. കുടുങ്ങി, പുല്ലുമ്മ കുടുങ്ങി. അടുത്തെടുത്തിടാം. അടുത്തതായിട്ട് നമുക്ക് ഒരു പൊടിപ്പരലിന് കിട്ടിയിട്ടുണ്ട്. സംഭവം മൈദയിലൊക്കെ അടിക്കുന്നതാണ് ഇവർ, പക്ഷേ മൈദ ഇട്ടിട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് ഇട്ടപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ മീനാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്ന കാരണം തന്നെ ഇത് മറ്റേ ചൂണ്ടലിടുന്നത് എടുക്കാനായിട്ട് ഒരാളില്ലാത്ത കാരണം നമ്മൾ ചൂണ്ടലിടുന്നതിനനുസരിച്ച് വീഡിയോ എടുക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് കുളത്തിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അല്ല, കുളത്തിരിക്കുന്നത് വായലല്ല, ചെകിളയുടെ സൈഡിലാണ് കുളത്തിരിക്കുന്നത്. വായലല്ല കുളത്തിരിക്കുന്നത്, ചെകിളയുടെ സൈഡിലായിട്ട് ചെറിയ ഹുക്കായ കാരണം കുളത്തിൽ കുടുങ്ങിയുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത മീനിനെ കൂടി നോക്കാം നമുക്ക്. അപ്പോൾ അടുത്ത മീൻ കൂടി നമ്മൾ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. പരൽ തന്നെയാണ്, പക്ഷേ ഇവന്മാർ ചെമ്മീനിൽ എന്തോ പെട്ടെന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഗോതമ്പും മൈദൊക്കെ ഉപയോഗിക്കണാട്ടും കൂടുതലായിട്ട് ഇപ്പോൾ ചെമ്മീനിൽ നന്നായി അടിക്കുന്നുണ്ട്. ഒതുങ്ങി നിൽക്കടാ. എന്താ, അപ്പോൾ അടുത്തൊരു പുള്ളിപ്പരലിനും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 എണ്ണമായി. നമുക്ക് ടോട്ടലായിട്ട് ഇടുന്നതും എടുക്കുന്നതും നമുക്ക് ഇടാൻ പറ്റുന്നില്ല. എങ്കിലും കൂടിയിട്ട് ഇത് അതാ. അപ്പോൾ ഈ ഉള്ള മീനുകളൊക്കെ നമുക്ക് നോക്കാം. എത്ര കൊണ്ട് മീൻ കിട്ടും നമുക്ക് ഇവിടുന്ന് നോക്കാം. എന്തായാലും കുറച്ച് മീൻ ഒരു 10-12 എണ്ണത്തിനെങ്കിലും കിട്ടിയാൽ നമുക്ക് ഇന്നത്തെ ഒരു വർക്കുള്ളതായില്ലേ. അപ്പോൾ നമുക്ക് തുടർന്ന് മീൻ കിട്ടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത മീനിനെ ഈ അരനെ ഇട്ടിട്ട് നമുക്ക് അടുത്ത മീനിനെ പിടിക്കാം കേട്ടോ. ഇവനെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ചൂണ്ടിലിട്ടായിരുന്ന ഭാഗത്ത് ഒരു ചേട്ടൻ വീശാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചൂണ്ടിൽ നിർത്തി ഒരാൾ വീശുന്നല്ലേ. അപ്പോൾ ആൾ ഇറങ്ങി നിന്നിട്ട്, അപ്പോൾ നമ്മൾ ഈ തിണ്ടും വന്നിട്ടാണ് ചൂണ്ടിലിട്ടായിരുന്നത്. ആൾ ഇറങ്ങി നിന്നിട്ട് വീശാണ്. അടിപൊളിയായിട്ട് വരുന്നിട്ടുണ്ടല്ലേ.
വലിയ കണ്ണി പോലെ അല്ലേ? വലിയ കണ്ണിയല്ലേ? ആ അപ്പോൾ പരല് പൊടി മീനൊന്നും ഉണ്ടാവില്ല. പിലോപ്പി ഉണ്ടോ? ആ ഉണ്ട്, വലിയ പിലോപ്പി ഉണ്ട്. ആ ആ ആ ആ ഓ ഇതെന്ത് ചെറുത് നല്ല വലിപ്പം. ആ കുഴപ്പമില്ല. ഒരു ഇതാണ് അല്ലേ? എന്തായാലും ഈ വല ഇത് ആയ കാരണം കേട്ടോ. ഇതിപ്പോ ഈ കണ്ണിയായ കാരണം കേട്ടോ. ആ ചേട്ടൻ്റെ പേരുന്ന അസ്രഫ്. നമ്മൾ അപ്പുറത്തെ സ്പോട്ടിലാണ് ചൂണ്ടിലിട്ടായിരുന്നു കേട്ടോ. അവിടുത്തെ നേരെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വന്നാക്കിയ ഒരു പൂളാനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ മീനുകൾ ഇതാ നമ്മളുടെ കൂടെ വല വീശുന്ന ചേട്ടനും ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിലിട്ടിട്ടാണ് മീൻ കിട്ടിയത്. അപ്പോൾ തുടർന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഈ സ്പോട്ടിലാണ് ഇപ്പോൾ ചൂണ്ടിലിട്ടുകൊണ്ടിരിക്കുന്നത്. മീൻ ചെമ്മീൻ്റെ മുള്ളായ കാരണം തോന്നുന്നു മീൻ അടിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ കൂടുതൽ മണ്ണീര കൊടുത്തിട്ടാണ് ചൂണ്ടിലിടാറെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്നത് പെട്ടിപ്പറ കേട്ടോ. പെട്ടിപ്പറയുടെ കടക്കാണ് ചൂണ്ടിലിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ വല വീശുള്ള പരിപാടി നോക്കുന്നുണ്ട്. ആൾക്ക് കിട്ടുന്ന മീനായിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം അങ്ങനെ എന്താണ് വലിയൊരു മീൻ വന്നിട്ടുണ്ട്. എന്താ അടിക്കില്ലെന്ന് കാണാം. അടിക്ക് കാണാനുണ്ട് എനിക്ക് കേട്ടോ. ക്യാമറ അടിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കാണാനുണ്ട് മീൻ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ വലിയ പരലുകൾ കൂട്ടായിട്ട് വരുന്നുണ്ട്. നല്ല കൂട്ടായിട്ട് വരുന്നുണ്ട് ഇപ്പം മീനുകൾ. അയ്യോ ഒറ്റ എണ്ണം പോലും തൊട്ടില്ല കേട്ടോ. ഒക്കെ കൂട്ടായിട്ടാണ് ഓടിക്കേറി. നല്ല എമണ്ടം പിലോപ്പികൾ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട്. നല്ല കാണാൻ ക്യാമറ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കാണാനില്ല. കണ്ട മീൻ ഓടുന്ന് ഗംഭീരം. അയ്യോ എന്തോരം വലിയ മീനുകളോ ദൈവേ. അപ്പുറത്ത് വല വീശിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അവിടുന്ന് മീൻ ഓടി വരുന്നുണ്ട്. നമുക്ക് ആ വല വീശി കൊടുത്ത് ഒന്ന് പോയി നോക്കാട്ടോ എന്താ അവസ്ഥ. ആൾക്ക് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൾക്കായിരിക്കും ലക്ക്. കുറ്റിയുണ്ടോ അവിടെ? അല്ലല്ലേ? ആ പക്ഷെ അവിടെ അപ്പുറത്ത് നല്ല വലിയ മീനുകൾ വന്നിട്ടോ. നിങ്ങൾ വല എറിഞ്ഞേക്കേ ആ മീൻ ഓടി വന്നുകൊണ്ട്. ആ കൈൻ്റെ നീളമുണ്ട് മീനുകൾ. വലിയ മീനുകൾ ഓടി വന്നത് ഒന്നുമില്ല. അയ്യോ നല്ല വലിയ മീനുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഓടി വന്നത്. ഓവിൻ്റെ ഉള്ളിലായിരുന്നു തോന്നുന്നു. നോക്കാം നമുക്ക്. ആ ഒരു പരല എന്താ അല്ലേ? പൂവാലില്ലേ? ആ അതാ നല്ലത്. ഓർത്തിട്ടോക്കെ. ആൾക്കൊന്നും കിട്ടിയില്ല. ഒരു പരലാണ് കിട്ടിയത്. നമ്മളെ ചൂണ്ടിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. വറ്റ കിട്ടിയില്ലേ? വീശുവലയിൽ കിട്ടിയ വറ്റ കേട്ടാ. അപ്പോൾ വെള്ളം ഇറക്കായി. അപ്പോൾ മീനെ ഒതുങ്ങിയപ്പോൾ മീൻ കിട്ടൽ തുടങ്ങി. വറ്റ പിലോപ്പി വറ്റ അതൊക്കെ കിട്ടിയേ. ഇവിടെ വീശിയാ? അതെ. ആ അതെ. അപ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്തുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇനി മീൻ കിട്ടി തുടങ്ങി.
ഇനി അവിടെ മീൻ കിട്ടും, അപ്പുറത്തും കിട്ടും ഇപ്പുറത്തും കിട്ടും. ആ അതെ അതെ. അപ്പോൾ ചൂണ്ടലിൽ കാര്യമായിട്ടൊന്നും കിട്ടണില്ല. അപ്പോൾ ആ ചേട്ടൻ വല വീശണത് നമുക്ക് വീണ്ടും നോക്കാം. ഇതാ എറിയാൻ ആൾ ഇറങ്ങി നിന്ന് എറിയാണ്. ഇവിടെ നിന്നാണ് വലിയ പിലോപ്പിനെ ഫസ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന ആൾക്ക് കുറേ വറ്റൊക്കെ കിട്ടി. അപ്പോൾ വെള്ളം ഇപ്പോൾ ഇറക്കാനുള്ള സാധ്യത കാണാറുണ്ട്. ബാക്കിലേക്ക് വലിയുന്നുണ്ട് വെള്ളം. അപ്പോൾ മീൻ പളുങ്ങാൻ സാധ്യത ഉണ്ട്. അയ്യോ, വല ഒന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ മീനിനെ പ്രതീക്ഷിക്കാം നമുക്ക്. ഇല്ല അല്ലേ, തുറന്നിട്ടില്ല. ആ ഉണ്ടെങ്കിൽ ഓടും, വലയിട്ട് ഓടും. അപ്പോൾ നമുക്ക് യോഗല്ല. അതെ അതെ. ആ അല്ലെങ്കിൽ ഞാൻ പോകാൻ കാരണം പറഞ്ഞേ ടേറ് പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ടേ. ഒന്നുമില്ല അല്ലേ. ആ ആ കുറച്ച് കഴിഞ്ഞാൽ മീനാവും കേട്ടോ. ഉച്ച മീനാവും. ഒന്നുമില്ല അപ്പോൾ ഞാൻ പോവാൻ നിൽക്കണേ. അപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പോവാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ചൂണ്ടൽമ കിട്ടിയിരിക്കുന്നത് ആകെ കൂടിയിട്ട് 3 മീനാണ്. അല്ല, അതിന് 3 നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ചേട്ടന് കിട്ടിയ മീനാണ് അപ്പുറത്തെ വണ്ടിയിലിരിക്കുന്നത്. ഈ ചേട്ടൻ വില വീശിട്ട് മീൻ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ്. ആൾ ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുക്കുന്നതാണ്. അതിലൊന്നും ഉണ്ടായില്ലല്ലോ, പൊടിപ്പരൽ പോലും ഇല്ല അല്ലേ. ആ ശരി ചേട്ടാ. ആ മീനിനെ പുറത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചേട്ടൻ്റെ കയ്യിലുള്ള മീൻ എനിക്ക് തന്നു. അപ്പോൾ ചെറിയൊരു പൈസ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ശരി അങ്ങോട്ട് തന്നു. പിള്ളേർക്ക് വറുത്ത് കൊടുക്കാം, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ മീൻ വാങ്ങിയിട്ട് കൊണ്ടുപോയി വറുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് ആ മീൻ. അപ്പോൾ കൊണ്ടുപോയിട്ട് കാണാം. പോട്ടെ ചേട്ടാ. അപ്പോൾ വൈകിട്ട് വീണ്ടും കാണാൻ പറഞ്ഞിട്ടാണ് ചേട്ടൻ പോണേ. ശരി, ഓക്കെ. മീൻ കൊടുന്നപ്പോൾ മരം കേട്ട് കാണേ. കൊടുക്കുക, അവൻ്റെ കയ്യിൽ കൊടുക്കുക. അവൻ പിടിച്ച അവന് പൊന്തു നോക്കട്ടെ. പിടിച്ചേ. ഓ ഓ ആ ഒന്നോ ഇതാ ആർക്കാണിത്? അത് വറുത്ത ഇതൊക്കെ വറുത്തരട്ടെ. ആ പച്ചല്ലേ. അപ്പം അത് പാത്രത്തേക്ക് ഇട്. പാത്രം എടുക്കടാ. ആ കണ്ടു. ആ അപ്പോൾ നമുക്ക് നന്നാക്കാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു ബ്രാലിനെ കണ്ണൻകുട്ടീനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊടുന്ന അച്ഛൻ തന്നിട്ട് കൊടുന്നതിൽ 4 ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 3 വറുത്തു. ബാക്കി ഇപ്പോൾ ഈ മീനും കൂടിയിട്ട് നമുക്ക് ചേർത്ത് നന്നാക്കി എടുക്കണം. നമുക്ക് ഇന്നിട്ടും നാളേക്കുള്ള മീനായി അല്ലേ. വറുത്താലോ. മീൻ ഇടാനുള്ള ഒരു തിരക്കാണ്. അപ്പോൾ മീനിനെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. ചെറിയ ഇട്ടാ എങ്ങനെയുണ്ട്? കൊടയേ അതിൽ ഇനി എന്തൊക്കെ കിടക്കണ്ടല്ലോ. കഴിഞ്ഞോ? കവർ കാലിയായില്ലേ? ഇതിപ്പോൾ വലുത് പിലോപ്പി അത്യാവശ്യം വലിപ്പമുണ്ട് അല്ലേ. ഇത് ഒന്നാകെ വറക്കാം. ഇനി ഒരു ബ്രാലും കേട്ടോ. ആ എന്നിട്ട് പറയണ തൊക്കൊണ്ട്. ആ അതെയോ?
അതെയോ? തവളെ തവള എന്തൊരു തവള പറയണേ? മീനല്ല പൊട്ടാ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള മീൻ. ഇവന്മാരെ നമ്മൾ തന്നെ റെഡിയാക്കണം. ആദ്യം പിലോപ്പിനെ എടുക്കലേ? തുക്കുവോ? അപ്പൊ ഇവനെ ആദ്യം നന്നാക്കി എടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അങ്ങനെ നമ്മുടെ മീൻ എല്ലാം ചട്ടിയിൽ കായം തേച്ച് വെച്ചിട്ടുണ്ട്, നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ എല്ലാ മീനും കൂടിയിട്ട് ഒന്നിച്ച് മസാല തേച്ചിട്ടുള്ള പാനിൽ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായി കഴിഞ്ഞാൽ ആദ്യം പിലോപ്പി കൊണ്ട് വറുത്തെടുക്കാം. അധികം മീൻ വറക്കണമൊക്കെ കാണിക്കുന്നില്ല, പിലോപ്പി മാത്രം വറക്കുന്നത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓണാക്കാൻ പോവാം, സ്റ്റവ് ഓൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കൊണ്ടിരിക്കുന്ന ഭാഗമാണിത്. എണ്ണ നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 വില്ലന്മാരും കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. മീൻ ഇതാണ്. ഇവന്മാർ 2 കൂടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിലോപ്പിനെ അതിലേക്ക് എടുത്തിടാം. അങ്ങനെ നമ്മൾ ഏറ്റവും വലിയ മീനിനെ ആദ്യം തന്നെ എടുക്കാനുള്ള പരിപാടിയാണ്. ഇവനാണ് നമ്മളുടെ വലിയ പിലോപ്പി. ഇപ്പോൾ എണ്ണ ചൂടായി കൊണ്ടിരിക്കുകയാണ്, എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ മേൽക്ക് വിടാതെ മാറുന്നോ, മേൽക്ക് വേണ്ട, എണ്ണയിലേക്ക് ഇട്ട് എല്ലാ മസാലയും ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വേപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്. വേപ്പില മസാലയിൽ അരച്ചൊപ്പം അരച്ച കാരണം ഈ വേപ്പില അഡീഷണലായിട്ട് ചേർക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പൊതിയോടെ 2 മുട്ടുമണികൾ നോക്കി നിൽക്കുന്നുണ്ട്. അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിയാതെ വെന്ത് കിട്ടിയാൽ മതിയായിരുന്നു, വലിയ മീനായ കാരണം. വലിയ മീനാണെന്ന് വിചാരിച്ചിട്ട് അധികം നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി കരിയാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം മറച്ചു കൊടുത്ത് ഇനി മറച്ചിട്ടിട്ട് വേണം വേവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞ് ഒരു ഭാഗം കരിഞ്ഞ് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് മറച്ചു കൊടുക്കാൻ. സംഭവം പിലോപ്പി മീനായ കാരണം തന്നെ നന്നായി കിടന്ന് വേവണം. വേവ് കുറവിൽ ഒരിക്കലും കഴിക്കരുത്, ഭയങ്കര ആപത്തുണ്ടാക്കുന്നൊരു മീൻ കൂടിയാണ്. വേവ് കുറഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ നന്നായി വെന്താല് ഉപയോഗിക്കാൻ പാടുള്ളൂ. നല്ല രീതിയിൽ ഇപ്പോൾ 2 സൈഡും മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തവണ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ച് ഫുള്ള് വേവ് ഉണ്ട്, ഒരു പരിധി പാവണ വരെ മറിച്ചുകൊണ്ടിരുന്നിട്ട് വേണം വേവിക്കാൻ. അല്ലാതെ വലിയ ചട്ടിയിലാണെങ്കിൽ എണ്ണ ധാരാളം ഒഴിച്ചിട്ട് മുങ്ങണ രീതിയിൽ ഇട്ട് വറുക്കുകയാണെങ്കിൽ മറിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എണ്ണ നമ്മൾ അത്ര ഒഴിച്ചിട്ടില്ല, മുങ്ങാനുള്ള രീതിയില്ല, ഒരു 1 സൈഡ് മുങ്ങാനുള്ള രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് മുരിഞ്ഞ് വറുത്തെടുത്ത മീനിനെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത്രയാണ് നമ്മൾ ആക്കിയുള്ള മീൻ. ഇനി ചെക്കന്മാർക്ക് കൊണ്ടുകൊടുക്കുക, എന്താ ഒരു അഭിപ്രായം എന്ന് കേൾക്കാമല്ലോ. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത പിലോപ്പി ഇവിടെ ഇവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മീനിനെ നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഹാർഡായി, മീനിൻ്റെ മുള്ളുണ്ടാകുന്ന നോക്ക് കേട്ടോ. നല്ല ചൂടുണ്ടല്ലേ?
ആ തരാം തരാം തരാം. ആ തരാടാ. അത് കൊണ്ടിട്ടില്ല. അനിയും തരാം. മുള്ളു നോക്കണം കേട്ടാ. ഇത്രയും വലിപ്പമുള്ള പിലോപ്പിയാണ്. നല്ല രീതിയിൽ വെന്ത് കറുമുറായിട്ടുണ്ട്. അത്യാവശ്യം രീതിയിൽ തന്നെ. ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയാണ്. ഞായറാഴ്ച കാരണം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. പപ്പടം, അച്ചാറ്, കൊണ്ടാട്ടപ്പളൊക്കെ കൂടിയിട്ടാണ്. എങ്ങനെയുണ്ട് മീൻ? എങ്ങനെ ഉണ്ടാ? സൂപ്പറായോ? ഓ ഇത് മീൻ എങ്ങനെയുണ്ട്? അടിപൊളിയോ? അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക. പറഞ്ഞേ സിദ്ധു തൊക്കു പറയ്. ടാറ്റാ ബൈ ബൈ. ആ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.